ഹായ് മക്കളെ. അപ്പൊ വെക്കേഷൻ ആയിട്ട് അടിച്ചു പൊളിച്ച് കളിച്ച് തിരിച്ച് നടക്കായിരിക്കും അല്ലെ. ഇപ്പൊ ആന്റിയുടെ വീട്ടിലും മാമാരുടെ വീട്ടിലും ഒക്കെ ഇങ്ങനെ തകർത്ത് നടക്കുവാണോ? എന്താണ് വെക്കേഷൻ പരിപാടികൾ? ഈ സമയത്ത് രണ്ട് ടീച്ചർമാരും കൂടെ വീണ്ടും അല്ല വെക്കേഷൻ സമയത്ത് ക്ലാസ്സും പരിപാടി ഒന്നും പാടില്ല അല്ലെ, ഒരിക്കലും ഇല്ല. മറ്റേ സ്കൂൾ തുറന്നിട്ടേ പാടുള്ളൂ. അപ്പൊ വെക്കേഷൻ സമയത്ത് എന്താണ് ഇവിടെ ചോദിച്ചാൽ വെക്കേഷനെ പറ്റി സംസാരിക്കാം, കുറച്ച് വെക്കേഷൻ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാനായിട്ട്. ഞാൻ എന്റെ കുട്ടിക്കാലത്തെ പറ്റി പറഞ്ഞു. സാറിന്റെ വെക്കേഷൻ കലാപരിപാടികൾ മെയിൻലി എന്തൊക്കെയായിരുന്നു? ഞാൻ ഈ 2 മാസത്തെ വെക്കേഷൻ കിട്ടാൻ വേണ്ടി കാത്തിരിക്കും മിസ്സേ. എല്ലാരും അങ്ങനെയാ, ഈ നാട്ടിലെ എല്ലാ കുട്ടികളും അങ്ങനെയാ. 2 മാസത്തിന് വേണ്ടിയാണ് ബാക്കിയുള്ള 10 മാസം പഠിക്കുന്നത് അല്ലെ. 2 മാസം മാക്സിമം എനിക്ക് എങ്ങനെയൊക്കെ എൻജോയ് ആക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ എൻജോയ് ആക്കണം. ഞാൻ TV കാണും, പടം വരയ്ക്കും, പുസ്തകമൊക്കെ വായിക്കും. സാറ് ഭയങ്കര ആർട്ടിസ്റ്റ് ആണ്. അതെ, പടം വരക്കാരനാണ്. നിങ്ങൾ മറ്റേ ഫെയർവെല്ലിന്റെ വീഡിയോയിലൊക്കെ കണ്ടു കാണും. സ്വന്തം കലാവിരുദ്ധകളാണ് ഇവിടെ കുറെ കാണിക്കാറുണ്ട്. അപ്പൊ എന്റെ കാര്യം കേട്ടു, മിസ് എന്തൊക്കെ ചെയ്യാറ്? എന്റെ ഒരു പരിപാടി വെച്ചാൽ തന്നെ കറക്കം. ആന്റിമാരെ വീട്ടിൽ പോവാ, മാമാരെ വീട്ടിൽ പോവാ, ട്രിപ്പ് വൈബായിരിക്കും. ആന്റിമാരെ വീട്ടിലും മാമാരെ വീട്ടിലൊക്കെ ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുക. പക്ഷെ ഒരു മാസത്തെ കറക്കം കഴിയുമ്പോഴേക്കും ഈ പാരന്റ്സ് എവിടെന്നെങ്കിലും അടുത്ത കൊല്ലത്തെ ടെക്സ്റ്റ് ബുക്കും കണ്ടുപിടിച്ച് വരും, പഠിക്കുന്നു പറഞ്ഞിട്ട്. അതെ, എന്നിട്ട് ചുമ്മാ കുറച്ചേര് നിർബന്ധിക്കൊന്നുമില്ല, വെക്കേഷൻ ആണല്ലോ. അപ്പൊ എന്നാലും ഇപ്പൊ ഇടയിൽ കൂടെ ഒന്ന് പറയും, നമ്മളിങ്ങനെ കുറെ നേരം കളിച്ചിട്ട് കാണുമ്പോ ആ ബുക്കും തുറന്നു നോക്കിക്കോ, ഇല്ലെങ്കിൽ ആ ടച്ച് വിട്ട് പോകും. അതാണ് ടച്ച് വിട്ടു പോകും, അതാണ് മെയിൻ. അത് അവര് പറയുന്നത് കാര്യമുണ്ട്. 2 മാസം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു. ഇത്രയും കാലം നമ്മൾ പഠിച്ചിട്ട് 2 മാസം എൻജോയ് ചെയ്ത് വീണ്ടും സ്കൂളിലോട്ട് എത്തുമ്പോ പുസ്തകം നമുക്ക് ആദ്യം മുതലേ കാണുന്ന പോലെ ആയിരിക്കും. അതെ, ഒന്നും വേറൊരു എന്താ പറയാ ഒരു ഐഡിയ തന്നെ ഉണ്ടാവില്ല അല്ലെ. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഓരോ സിലബസും ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് വരിക. ഇപ്പോ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നതിന്റെ കണക്ഷൻ ആണ് അടുത്ത ക്ലാസ്സിലേക്ക് വരിക. പക്ഷെ നമ്മൾ ഈ 2 മാസത്തെ ബ്രേക്ക് ഇങ്ങനെ അടിച്ച് പൊളിച്ച് എന്താ പറയാ മാക്സിമം എൻജോയ് ചെയ്ത് വരുമ്പോഴേക്കും അത് ചെറുതായിട്ട് ആ വഴിയിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യും. എന്നിട്ട് ജൂണിൽ വന്ന് ബുക്ക് തുറക്കുമ്പോഴേക്കും അയ്യോ ഇതൊക്കെ എന്താ, അതെ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ ആ ഒരു അവസ്ഥയിൽ പോകൂലെ. എന്നിട്ട് ആ ഓണം എക്സാം വരെ ഒരു കളിച്ചിരി മോഡായിരിക്കും. അത് എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ് എല്ലാവരും അല്ലെ. പിന്നെ നിങ്ങള് ഇപ്പൊ ഈ വെക്കേഷൻ സമയത്ത് ഇങ്ങനെ കളിച്ചിരിച്ചിരിക്കുമ്പോ പഠിക്കാനൊന്നും നമ്മൾ പറയില്ല, പക്ഷെ നമ്മൾ വെക്കേഷൻ സമയത്ത് നമ്മുടെ സ്കില്ലുകളൊക്കെ നല്ല എന്താ പറയാ ഷാർപ്പ് ചെയ്തെടുക്കേണ്ട സമയമല്ലേ അത് ശരിക്കും. അതെ, ഇപ്പൊ സാറ് പറഞ്ഞിട്ടില്ലേ, സാറ് പടം വര ഒരു മെയിൻ ആളായിരുന്നു. അപ്പൊ ആ സമയത്ത് പടം വരയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയുണ്ട് സാറ് ആർട്ടിസ്റ്റ് സംഭവിക്കാണ് പോകും അല്ലെ. അപ്പൊ ഇപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോ ചിലരൊക്കെ ഡാൻസിനും പാട്ടിനും ഒക്കെ അങ്ങനെ നിങ്ങളുടെ എക്സ്ട്രാ കഴിവുകളൊക്കെ ഇപ്പൊ ഒന്ന് മോഡിഫൈ ചെയ്യണ നേരമായിരിക്കും. അപ്പൊ സാറിന് അങ്ങനെ ഈ ആർട്ടിസ്റ്റ് ഈ പടം വര ഇല്ലാണ്ട് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്നു? പടം വരെ അല്ലാതെ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോവായിരുന്നു. ക്രിക്കറ്റ് മേലനങ്ങുക എന്ന് പറയുന്നത് വളരെ നല്ല എക്സസൈസ് ആവാന്നുള്ളത് മെയിൻ ഒരു കാര്യമാണ്. ഒരു സംശയമില്ല. നമ്മൾ ഇപ്പോഴത്തെ ആൾക്കാർക്ക് മിസ്സായി പോകുന്ന ഒരു കാര്യം കൂടിയാണല്ലേ അത്. ഈ പുറത്ത് പോവുക, കളിക്കുക, നമ്മുടെ മോട്ടോർ ആക്ടിവിറ്റീസ് അത് ഇപ്പോഴും നമ്മളിങ്ങനെ ഓടുക, ചാടുക, കളിക്കുക, ഇതൊക്കെ ഈ 2 മാസത്തെ വെക്കേഷനാണ് മെയില് നടക്കുക. അല്ലാതെ നമ്മുടെ ഈ ഓണത്തിന്റെയോ ക്രിസ്മസിന്റെയോ ഒന്നും വെക്കേഷന് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഈ 2 മാസം കിട്ടുമ്പോഴാണ് നമ്മൾ മാക്സിമം എൻജോയ്മെന്റിൽ നമ്മളുടെ എന്താ പറയാ എല്ലാ കാര്യങ്ങളും പൊടിയിട്ടെടുക്കുന്ന നേരം ഇതായിരിക്കും അല്ലെ. അതെ, അപ്പൊ ഈ സമയം നിങ്ങൾ എൻജോയ് ചെയ്യണം, ഫുൾ എൻജോയ്മെന്റിൽ അടിച്ചു പൊളിച്ചോ, യാതൊരു സംശയം വേണ്ട. പക്ഷെ അതിന്റെ ഇടയില് കുറച്ചു നേരം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടച്ച് വിട്ടു പോവാതിരിക്കാൻ ഒരു 1 hour നമുക്ക് മാറ്റി വെച്ചാലോ. അതെ, ഒരു 1 മണിക്കൂർ. അപ്പൊ അവര് വിചാരിക്കുന്നത് വന്നു, എനിക്കറിയായിരുന്നു ഇത് പറയാനും അവസാനം വരുന്നില്ലേ. അല്ലടാ, ഒരിക്കലല്ല. നമ്മൾ പറയില്ലേ, ഇപ്പൊ ഗവൺമെന്റ് ഒക്കെ പറയും വെക്കേഷൻ ക്ലാസ്സുകളൊന്നും പാടില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത് 10ാം ക്ലാസ്സിൽ തന്നെ പഠിച്ചാൽ മതി. അതിന് 2 മാസം മുന്നേ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെ. അതാത് ക്ലാസ്സുകളിൽ പഠിക്കുന്നത് ആ ജൂണിൽ വെക്കേഷൻ കഴിഞ്ഞ് തുടങ്ങുമ്പോൾ നിങ്ങൾ പഠിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. പക്ഷെ അതാത് ക്ലാസ്സുകളിലേക്ക് കയറുന്നതിന് മുന്നേ ഒരു ബേസിക് ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ആവശ്യമാണ്. നമുക്കറിയാം, നമ്മൾ ഈ കൊറോണ സമയത്തൊക്കെ പഠിച്ചു വന്ന കുറെ പേര് ഇപ്പൊ ഹയർ ക്ലാസ്സുകളിലേക്ക് ആയില്ലേ, നിങ്ങൾ അവിടെ നിന്ന് പഠിച്ചു തുടങ്ങിയിട്ട്. അപ്പൊ അവിടെ മുതലേ ടച്ച് വിട്ടുപോയ ചില ബേസിക് കാര്യങ്ങളുണ്ട്. ടീച്ചർ പറയുമ്പോൾ നല്ല പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നുണ്ടാവും. പക്ഷെ ആവശ്യമുള്ള മക്കളും ഇതിനകത്തുണ്ട്. നമുക്കറിയാം, നമ്മള് ടീച്ചേഴ്സ് ആകുമ്പോൾ നമുക്കറിയാലോ ഓരോ കുട്ടികളെയും നമുക്കറിയാം. അപ്പോ ഇപ്പൊ പറയാം, ഇംഗ്ലീഷ് ആണെങ്കിൽ എപ്പോഴും വലിയൊരാളാണ്, ഇംഗ്ലീഷ് ഗ്രാമർ വലിയ പ്രശ്നം പറയുന്ന ഒരാളാണ് അല്ലെ. അതുപോലെ തന്നെയാണ് ഹിന്ദി, സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ ബുദ്ധിമുട്ട്, എഴുതാൻ ബുദ്ധിമുട്ട്, അങ്ങനെ അതൊക്കെ ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങളൊരു 8ാം ക്ലാസ്സിലേക്കോ 9ാം ക്ലാസ്സിലേക്കോ കയറുമ്പോൾ നിങ്ങൾ പറയാണ് എനിക്ക് ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ 5ാം ക്ലാസ് തൊട്ടേ നിങ്ങൾ ഈ പഠിക്കുന്ന ഹിന്ദിയിലൊക്കെ ഇപ്പോഴാണോ ബുദ്ധിമുട്ട് വരുന്നത്? ഇങ്ങനെ ഒരു പ്രശ്നം വരും. അപ്പൊ നമുക്ക് ഒരുപാട് സമയം ക്ലാസ് ടൈമുകളിൽ അത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനായാലും, ഇപ്പൊ അവിടെ ഈ
ഇത്ര ബേസിക് ആയിട്ടുള്ള കാര്യമല്ല അല്ലെ. നമ്മളിപ്പോ 8ലോ 9ലോ കയറുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ടാവും, ഇത്ര ബേസിക് ആയിട്ടുള്ള കാര്യമാവില്ല. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെയാണ് സയൻസ് സബ്ജക്ട്സിന്റെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മിസ്സായി പോയ കാര്യങ്ങൾ ഉണ്ടാവും. മാത്സിലെ മെയിൻ സാധനമാണ് നമ്മുടെ പ്രോബ്ലംസ്. മൊത്തം പ്രശ്നങ്ങളാണ് അല്ലെ. ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള നമ്മുടെ ഒരു സ്കില്ല്, അത് എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല അല്ലെ. പക്ഷെ എല്ലാവർക്കും ഒരുപോലെ ആക്കാനുള്ള ഓപ്ഷൻസ് ആണ് നമ്മൾ ഈ വെക്കേഷൻ സമയത്ത് ടീച്ചർ നിങ്ങളോട് പറയുന്നത്. അപ്പോ അതിനകത്ത് പറയുമ്പോൾ ഒരുപാട് സമയമൊന്നുമില്ല, ജസ്റ്റ് ഒറ്റ മണിക്കൂർ നമ്മളുടെ, നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ഇത്രയും എൻജോയ്മെന്റ് വെക്കേഷൻ അടിച്ചു പൊളിക്കാണ്. നിങ്ങൾ മാമന്റെ വീട്ടിലും ആന്റിയുടെ വീട്ടിലും ഒക്കെ ആയിരിക്കും. അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല, കാരണം മൊബൈലാണ് നമ്മുടെ ക്ലാസ് റൂമുകൾ അല്ലെ. അപ്പൊ നമുക്ക് പ്രശ്നമില്ല. അപ്പൊ അവിടെ ഒരു ഒറ്റ മണിക്കൂർ നമ്മൾ അതിന്റെ ഇടയിൽ നമ്മളൊന്നും അത് സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമ്മൾ പോകുന്ന ക്ലാസ് ഏതാണോ, നമ്മൾ പാസ്സായിട്ട് നമ്മൾ കയറുന്ന ഏത് ക്ലാസ് ആണെങ്കിലും ആ ക്ലാസ്സിൽ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മളത് ഈ ഒരു വെക്കേഷൻ സമയത്ത് തന്നെ നമുക്ക് മാർക്ക് മാത്രമല്ല മക്കളെ, നമ്മളൊരു കോൺഫിഡൻസ് ആ ക്ലാസ്സിൽ കയറുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള കുട്ടികളുടെ കൂടെ ഇരുന്ന് നിങ്ങൾക്കറിയാം, ചിലപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങളിൽ ഇത്തിരി ബാക്കിലോട്ടാണെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്ത് ഈ 2 മാസം നമുക്ക് സോൾവ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ പുതിയ ക്ലാസ്സുകളിലേക്ക് ഫുൾ കോൺഫിഡൻസോടുകൂടി ഫുൾ മാർക്ക് കിട്ടാൻ കയറാൻ പറ്റും അല്ലെ. അപ്പോഴും ചിലർ വിചാരിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും, ഇപ്പോഴത്തെ ഒരു പ്രശ്നം, അതായത് എങ്ങനെയാ ഓൺലൈനിൽ ഇരുന്ന് എങ്ങനെ ശരിയാവാം, അട്ടി കൊണ്ട് കുട്ടികൾ വളരണം, ഇപ്പൊ തല്ലി പഠിപ്പിക്കണം. നമ്മളിപ്പോ നോർമലി കേൾക്കുന്ന ഒരു കാര്യം, ഈ കറന്റ് സെനേറിയോ പറഞ്ഞിട്ട് കാര്യമില്ല, നോർമലി നമ്മുടെ ഈ കറന്റ് സെനേറിയോ അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ കേൾക്കുന്ന കുട്ടികളുടെ ഭാഗത്ത് നിന്ന് കേൾക്കുന്ന ന്യൂസുകളല്ല നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. റാഗിങ് ആയാലും ബഹളങ്ങള് ഒരുപാട്, ആ ന്യൂസുകളും വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നതാണ്. കുറെ ഒരു കുട്ടികളുടെ ഭാഗത്തുനിന്ന് കാണേണ്ടതല്ല, ബട്ട് സ്റ്റിൽ കാണുന്നത് അവിടെ നിന്നാണ് അല്ലെ. ഇപ്പോൾ ഡ്രഗ്സിന്റെ യൂസുകളാണെങ്കിൽ, ഡ്രഗ്സ് യൂസുകളെ പറ്റിയാണെങ്കിലും, അതുപോലെ തന്നെ റാഗിങ് ഇഷ്യൂസ് ആണെങ്കിലും, അതേപോലെ തന്നെയാണ് ഇതുപോലെ ടീച്ചേഴ്സിനോടുള്ള ബിഹേവിയറിന്റെ കേസിലാണെങ്കിലും പാരന്റ്സിനോടാണെങ്കിലും ഒക്കെ നമുക്കറിയാം ഈ സമയത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസ് അത്ര നല്ല ന്യൂസുകളല്ല ഇപ്പോഴും. അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് പറ്റുന്ന അപകടങ്ങളെ പറ്റിയുള്ള ന്യൂസുകളും നമുക്കറിയാം. ചെന്നപ്പെടുന്ന ഓരോ കേസുകളും നമ്മൾ ഒരുപാട് ഡെയിലി എന്ന് പറഞ്ഞ പോലെ അതിനൊരു കോളാണ് അല്ലെ. ന്യൂസ് പേപ്പറിലായാലും നമ്മുടെ ന്യൂസ് അവറിലാണെങ്കിലും അതൊരു മെയിൻ കാര്യമാണ്. അപ്പൊ ആ സമയത്ത് പാരന്റ്സ് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല, അവരങ്ങനെ ചിന്തിക്കുന്നതിൽ അല്ലെ. പക്ഷെ അടി കൊണ്ട് മാത്രമേ പഠിക്കാൻ പറ്റുന്നുണ്ടോ? പ്രോപ്പർ മെത്തേഡാണ് ഒരിക്കലും അല്ല. ഏതൊരു കാര്യമായാലും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് കഷ്ടപ്പെട്ട് ചെയ്യുന്നത് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് അല്ലെ. കുട്ടികൾക്ക് എന്ന് പറയാൻ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, സംസാരിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ പഠനത്തിന്റെ കാര്യം പറയുമ്പോൾ അവരുടെ മുഖം മാറും. സിനിമ കാണുമ്പോ എല്ലാ ഡയലോഗും പഠിച്ചു വെക്കും. അത് ശരിയാണ്. ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതി പഠിക്കുന്നില്ല, വായിച്ച് പഠിക്കുന്നില്ല, പക്ഷെ ആ സിനിമയിലുള്ള ഡയലോഗ് മുഴുവൻ കാണാതെ പഠിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്നത് ഒരു കുഴപ്പമില്ല. എന്നാ ഈ പഠിക്കാൻ വേണ്ടി ഇരിക്കണ നേരത്തെ പഠിച്ചതൊന്നും ഓർമ്മയില്ല. അതൊരു വലിയ ഇഷ്ടമാണ്. അതാണ് വ്യത്യാസം. ഇപ്പൊ കളിക്കുന്നതിൽ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, ഒരു എന്താ പറയാ, ഒരു ഹാപ്പിനെസ്, ആ ഒരു ക്യൂരിയോസിറ്റി അത് കിട്ടുന്നില്ല. അത് പഠിക്കുന്നതിൽ നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കണം. അതാണ് നമ്മളുടെ ഒരു എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട്. അതാണ് നമ്മള് എപ്പോഴും ഇങ്ങനെ ഒരു പഠിക്കുമ്പോ എന്ന് പറയുമ്പോ പഠിക്കാൻ പോവാ, അതാണ് ചിന്തിക്കുകയാണ്, അങ്ങനെ പഠിക്കാൻ പോവാണ്. അപ്പോ ഇനി നമ്മൾ ഫുൾ കോൺഫിഡൻസ്, നമ്മളിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് സ്ട്രിക്റ്റ് ആയിട്ടിരുന്ന് നമ്മളിങ്ങനെ അടികിട്ടി തല്ലി കിട്ടി ചീത്തൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാം, ഇങ്ങനെ പഠിക്കാം. എൻജോയ് ചെയ്ത് പഠിക്കാം. മാക്സിമം സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠനമൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. ഈ എൻജോയ്മെന്റ് നമ്മൾ ഏതൊരു എന്തിലിരിക്കുകയാണെങ്കിലും, നമ്മളിപ്പോ പഠിക്കുകയാണെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലും എന്താണെങ്കിലും എൻജോയ്മെന്റ് കണ്ടെത്തുക എന്നുള്ളതാണ് എന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം അല്ലെ. അപ്പൊ പഠിക്കുന്നതിൽ കുറച്ച് എൻജോയ്മെന്റ് കണ്ടുപിടിക്കാം. ഓൾറെഡി നിങ്ങൾക്ക് സ്ട്രിക്റ്റ് ആയിട്ട് പഠിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് റൂമുകൾ ഉണ്ട് അല്ലെ. നിങ്ങൾ സ്കൂളിൽ പോകുന്ന ആൾക്കാരാണ്, അവിടെ നമുക്കറിയാം ഒരു റൂൾസ്, ആ ഒരു ഡെക്കോർ ഉണ്ടാവും, നമ്മൾ അതിനനുസരിച്ചേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെയാണ് അവിടെ ഓൾറെഡി നമ്മൾ ആ ഒരു ക്ലാസ് റൂമുകളിൽ നമ്മൾ അത് എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി അത് കൂടാതെ ഇനിയിപ്പോ ട്യൂഷനിലും അതന്നെ വേണം എന്നൊന്നും വാശി പിടിക്കേണ്ട ആവശ്യമില്ല അല്ലെ. നമുക്ക് നമ്മളുടെ ഏറ്റവും എൻജോയ്മെന്റില് നമ്മുടെ വീട്ടിലെ റൂമുകളിൽ നമ്മൾ നിങ്ങളുടെ ആ സ്റ്റഡി ടേബിളിന്റെ മുന്നിൽ പോലും നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന ടെൻഷനായിരിക്കും. അതെ, അത് ഈ സമയത്ത് ഈ സമയത്താണ് ഏറ്റവും കൂടുതലുള്ളത്. പണ്ട് നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. നമ്മളുടെ അപ്പുറത്തെ വീട്ടിൽ പഠിക്കാൻ പോകുന്ന പറയുമ്പോൾ ആർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ സമയം അങ്ങനെയല്ല, പാരന്റ്സിന് എല്ലാം ടെൻഷനാണ് അല്ലെ. നിങ്ങൾ പുറത്തേക്ക് കാല് എടുത്ത് വെക്കുന്നത് തൊട്ട് അവർക്ക് ഒരു പേടിയുടെ സമയമാണത്. അപ്പൊ അതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഏറ്റവും ഫ്രീ ആയി റിലാക്സ്ഡ് ആയി നിങ്ങളുടെ പാരന്റ്സിന്റെ മുന്നിൽ, പാരന്റ്സ് ആണെങ്കിൽ നിങ്ങളുടെ കൺമുന്നിൽ കുട്ടികൾ ഉണ്ടാവും അല്ലെ,
അവിടെ ഇരുന്ന് നിങ്ങളുടെ സ്റ്റഡി റൂമിൽ ഇരുന്ന് ജസ്റ്റ് ഒരു സെഷൻ നമ്മളുടെ ഈ വെക്കേഷൻ സമയത്ത് നമ്മളുടെ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാന്നുള്ള അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. നിങ്ങൾ നിങ്ങളുടെ ആ ഹയർ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ, ആ ബേസിക്സ് ഒക്കെ ഒന്ന് പഠിച്ച് റെഡിയാക്കി, അതെ, റെഡിയാക്കി എടുക്കാം. അപ്പൊ അതിന് നമ്മളിങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഫുൾ എൻജോയ്മെന്റ് മോഡിൽ വേണം നമ്മൾ ആ ഒരു സെഷൻ. ഒരു സിനിമ കാണുന്ന പോലെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ ആനിമേഷൻസ് അപ്പൊ ഓർമ്മ വരും അല്ലേ? അതെ, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പൊ ആ നമ്മളുടെ മെയിൻ കാര്യം ആ ബേസിക് സ്ട്രോങ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് ആ വെക്കേഷൻ സമയത്ത് നമുക്ക് ചെയ്യാം. വെക്കേഷൻ സമയത്ത് അല്ലാതെ ഇപ്പൊ നമ്മള് 9ാം ക്ലാസ്സിലേക്ക് മുമ്പ് വന്നാൽ കുറച്ച് 8ാം ക്ലാസ്, എന്താ പറയാ, 9ാം ക്ലാസ് കുറച്ച് നേരത്തെ പഠിച്ചു കളയാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. 9ാം ക്ലാസ്സിന്റെ 10 മാസം പഠിച്ചാൽ മതി അല്ലെ? അതിന്റെ മുന്നേ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ആ 9ാം ക്ലാസ്സിൽ കയറുന്നതിന് മുന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് എന്താക്കി എടുക്കാനുണ്ട്, ഒന്ന് ബേസ് ആക്കി സ്ട്രോങ് ആക്കി എടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ വെക്കേഷൻ സമയത്ത് എൻജോയ്മെന്റ്സിനെ യാതൊരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ചു പോവാം. അതെ, ആ വെക്കേഷൻ സമയത്ത് കാരണം ആ പഠനം അങ്ങോട്ട് കംപ്ലീറ്റ് ഒഴിവാക്കാതെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ആ ഒരു പുതിയ ക്ലാസ്സുകളിലേക്കുള്ള നമ്മളുടെ ആ പുതിയ ക്ലാസ്സുകൾ നമുക്ക് ഫുൾ കോൺഫിഡൻസിൽ നമുക്ക് നമ്മുടെ പുതിയ അക്കാഡമിക് ഇയറിനെ നിങ്ങൾക്ക് വെൽക്കം ചെയ്യാം. അത്രേ കടന്നു പോകണം. അതെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഒരു അതിന്റെ പേര് തന്നെ അങ്ങനെയാണ് അല്ലെ, ബേസിക് ഫൗണ്ടേഷൻ ആണ്. അതൊക്കെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ ആ പോകുന്ന പുതിയ ക്ലാസ്സുകളിലേക്കുള്ള ഒരു ഫൗണ്ടേഷൻ ഇട്ട് നിങ്ങളുടെ ആ ഒരു ബേസിക് സ്കില്ലിനൊക്കെ സ്ട്രോങ് ആക്കി നമുക്ക് നമ്മുടെ പുതിയ ക്ലാസ്സുകളിലേക്ക് കയറാം. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുകയായിരിക്കും അറിയാം. അപ്പൊ പിന്നെയും പുതിയ ന്യൂസുകളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.